വെൽക്കം ടു കാൽക്കുലേറ്റ് പ്ലസ്. ദിസ് ഈസ് ശ്രീജിത്ത്. പുതിയൊരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളും പാരൻസും ഒരുപോലെ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയമാണ് 10th കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. പലരും കൊമേഴ്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നോക്കുന്നത് നമ്മൾ 10th വരെ പഠിച്ച പോർഷൻസിനെക്കാളും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും കൊമേഴ്സ് എടുക്കാൻ വേണ്ടി പേടിച്ച് നിൽക്കുന്ന ആ ഒരു സമയമായിരിക്കും. എന്നെ കൊണ്ട് ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കൊമേഴ്സ് എടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് സംസാരിക്കുന്നത്. ബേസിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പഠിക്കുമ്പോഴായാലും ശരി, നമ്മൾ ജോലിക്ക് പോകുമ്പോഴായാലും ശരി. അപ്പോൾ എത്രത്തോളം നമ്മൾ അടിത്തറ നമ്മൾ സ്ട്രോങ് ആകുമോ അത്രയും നമ്മൾ കരിയർ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്തിനാണ് അക്കൗണ്ടിങ്ങിൻ്റെ പർപ്പസ്, അല്ലെങ്കിൽ ആരാണ് അക്കൗണ്ടൻറ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് എനിക്കറിയണം. അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇപ്പോൾ ഞാനൊരു ടെക്സ്റ്റൈൽസ് ആണ് നടത്തുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. ഈ മെറ്റീരിയൽസ് കുറച്ച് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിനെ സെല്ല് ചെയ്തു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഡിഫറൻസ് ആയിരിക്കുമല്ലോ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ടോട്ടൽ പർച്ചേസ് കോസ്റ്റ് എത്രയായിരുന്നു, അഡീഷണൽ എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എത്രയായിരുന്നു, അപ്പോൾ നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് എത്രയായി, അത് കഴിഞ്ഞ് നമ്മൾ എത്ര രൂപയ്ക്ക് സെല്ല് ചെയ്തു. ഇപ്പോൾ എക്സാമ്പിൾ 10,000 രൂപയ്ക്ക് ഞാനൊരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്ത്, മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്തു. 2,000 രൂപ എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിരുന്നു. അപ്പോൾ മൊത്തം 12,000 രൂപയായി. 15,000 രൂപയ്ക്ക് ഞാൻ സെല്ല് ചെയ്തു. അപ്പോൾ 3,000 രൂപയാണ് എനിക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്? ഞാൻ എൻ്റെ ഈ സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തു. പർച്ചേസ് ചെയ്തത് മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ വിറ്റ് കഴിഞ്ഞിട്ടാണ് എനിക്ക് 15,000 രൂപയ്ക്ക് ഞാൻ വിറ്റ്. അപ്പോഴാണ് ഞാൻ കണക്ക് നോക്കുന്നത്. 12,000 രൂപയാണ് എനിക്ക് മൊത്തത്തിൽ ഈ ഒരു പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് ചിലവായത്. എനിക്കത് 15,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റി. 3,000 രൂപ എൻ്റെ പ്രോഫിറ്റായി. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ മോണിറ്ററി ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും ട്രാൻസാക്ഷൻ നടത്തി, പർച്ചേസ് ചെയ്തു, അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അതിനെ സെയിൽ ചെയ്തു. ഈ ട്രാൻസാക്ഷൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്തായിരിക്കും നമ്മൾ റിസൾട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിപ്പോൾ പറയുന്നത് ബേസിക് ആയിട്ട് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൂടുതൽ നമുക്ക് അടുത്തതിലോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇതാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിലെ ട്രാൻസാക്ഷൻസ്, മോണിറ്ററി ട്രാൻസാക്ഷൻസ്, ക്യാഷ് ആയിട്ട് റിലേറ്റഡ് ഉള്ള ട്രാൻസാക്ഷൻസ്, നമ്മുടെ പർച്ചേസിനും സെയിൽസിനും നമ്മുടെ ആ ഒരു ഓപ്പറേഷൻസിനും വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കിയ എക്സ്പെൻസ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് അതിനെ നമ്മൾ ഒരു ടേബിൾ അല്ലെങ്കിൽ ഒരു ഫോർമാറ്റിലാക്കി അതിനെ പ്രോഫിറ്റ് ആണോ ലോസ് ആക്കണോ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ്. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of a financial character and interpreting the result thereof. ഈ ഡെഫിനിഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, ഇപ്പം കൊമേഴ്സ് പഠിക്കുന്നവർക്കായാലും ഏറ്റവും വലിയൊരു നൊസ്റ്റാൾജിയാണ് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും മറക്കാത്ത ഒരു സംഭവമാണ് ഈ ഒരു ഡെഫിനിഷൻ. പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള പലരും ഇത് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കിയോ, എന്താണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ അറിയില്ല. ഞാൻ പഠിക്കുന്ന സമയത്തായാലും എനിക്ക് അധികം അക്കൗണ്ട്സിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലായിരുന്നു. അപ്പം ഒരു ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാണാതെ പഠിക്കാതെ തന്നെ എന്താണ് ഇതിൻ്റെ കൺസെപ്റ്റ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. അക്കൗണ്ടിങ് പറഞ്ഞ എന്താണ്? ആദ്യം നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുക. എന്താണ് റെക്കോർഡ് ചെയ്യേണ്ടത്? നമ്മൾ എൻ്റെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ്. ഇതിൽ നടക്കുന്ന ട്രാൻസാക്ഷൻ എങ്ങനെയുള്ള ട്രാൻസാക്ഷൻസാണ്? മോണിറ്ററി ട്രാൻസാക്ഷൻസ്. ഇപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തു. ഇപ്പോൾ 10,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തെന്ന് പറയുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റാണ് 10,000 രൂപ. അത് ഞാൻ ഒരു വെൻഡറിൻ്റെ നിന്ന് പർച്ചേസ് ചെയ്തു. എനിക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി. അപ്പോൾ ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് 2,000 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റായി. ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇത് രണ്ടും മോണിറ്ററി ട്രാൻസാക്ഷൻ, നമ്മൾ ക്യാഷ് കൊടുത്തതാണ്. അല്ലാതെ മോണിറ്ററി അല്ലാത്ത ട്രാൻസാക്ഷൻ, ഞാൻ ഇത്രയും സമയം എന്നെ സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഇത്രയും സ്ഥലത്ത് ഞാൻ നടന്നുപോയി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് അക്കൗണ്ടിങ്ങിനകത്ത് വരേണ്ടത് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ആയിരിക്കും. എന്നിട്ട് അടുത്ത് പറയണത് എന്താണ്? ഇതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ 10,000 രൂപയ്ക്ക് ഞാൻ ടോട്ടൽ പർച്ചേസ് ചെയ്തു. പക്ഷേ ഞാൻ പലരിൽ നിന്നായിരിക്കും പർച്ചേസ് ചെയ്തത്. 3 പേരുടെ നിന്നാണ് പർച്ചേസ് ചെയ്തത്. 2,000 രൂപയ്ക്ക് ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്തു, 3,000 രൂപയ്ക്ക് ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്തു, 5,000 രൂപയ്ക്ക് ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്തു. അങ്ങനെ ടോട്ടലാണ് എനിക്ക് 10,000 രൂപയ്ക്ക് ആയത്.
അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, പക്ഷെ ഞാൻ ഇത് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടല്ല പറഞ്ഞത്. ഞാൻ മൊത്തം എനിക്ക് പർച്ചേസ് 10,000 രൂപ എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എനിക്ക് 1000 രൂപ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയി, പിന്നെ ഒരു 500 രൂപയായി, പിന്നെ വീണ്ടും 500 രൂപ, അപ്പം മൊത്തം 2000 രൂപയായി. അപ്പോൾ ഈ സിമിലർ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ പർച്ചേസ് എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ 3 പേരെ പർച്ചേസ് ചെയ്തു. ഈ സിമിലർ ട്രാൻസാക്ഷൻ നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. ഈ പർച്ചേസ് എന്നുള്ള ഒരു ഹെഡിലോട്ട്, ഇപ്പോൾ പർച്ചേസ് എന്നുള്ളൊരു നമ്മളിപ്പോൾ പേപ്പറിൽ തന്നെ എഴുതാണ്. ഇപ്പോൾ പർച്ചേസ് എന്ന് പറഞ്ഞ് എഴുതി, ഒരാളുടെ നിന്ന് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ഒരാളുടെ നിന്ന് 3000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു, ഒരാളുടെ നിന്ന് 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. അതിന്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 10,000 ആണ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഹെഡ്, ആ ഹെഡിന് നമുക്ക് ലെഡ്ജർ എന്ന് പറയാം. പർച്ചേസ് എന്ന് പറഞ്ഞാൽ ആ ലെഡ്ജറിനകത്ത് നമുക്ക് 10,000 രൂപ ടോട്ടൽ വന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിന്റെ കാര്യത്തിൽ. ഇപ്പം 3 ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആദ്യം 1000 രൂപയായി, പിന്നെ ഒരു 500 ആയി, പിന്നെ ഒരു 500 ആയി. അപ്പോൾ നമ്മളിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ വരാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മളിപ്പം ഇത്രയും എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കാൻ നമുക്ക് സമ്മറൈസ് ചെയ്യാം. അപ്പോൾ സിമിലർ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കും. എന്നിട്ട് അതിന്റെ ടോട്ടൽ മാത്രം നമ്മളിത് കാണിക്കും. ട്രാൻസ്പോർട്ടേഷൻ എനിക്ക് 500 രൂപയായി, വീണ്ടും ട്രാൻസ്പോർട്ടേഷൻ 500 ആയി, വീണ്ടും 1000 രൂപയായി. അങ്ങനെ 3 പ്രാവശ്യം പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറയേണ്ടതെന്ന് വെച്ചാൽ റെക്കോർഡ് ചെയ്യേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എനിക്ക് 2000 രൂപയായി മൊത്തം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഐഡന്റിഫൈങ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ബിസിനസ്സായിട്ട് റിലേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസ് എല്ലാം ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ഫിനാൻഷ്യൽ അല്ലാത്ത ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത് ഐഡന്റിഫൈങ് ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് റെക്കോർഡിംഗ് ആണ്. ഈ ട്രാൻസാക്ഷൻസ് എല്ലാം നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുക, എല്ലാം നോട്ട് ചെയ്യുക. ഒരു എക്സ്പെൻസ് പോലെ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് 2000 രൂപ എനിക്കായി. ഈ 2000 ഞാൻ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ആക്ച്വലി എന്താണ് ഞാൻ നോക്കുന്നത്, 10,000 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു, 15,000 രൂപയ്ക്ക് ഞാൻ സെല് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് 5000 രൂപയായി. പക്ഷേ ആക്ച്വലി എൻ്റെ പ്രോഫിറ്റ് എന്താണ്, 5000 രൂപയാണോ? അല്ല, 3000 രൂപയാണ്. അപ്പോൾ 2000 രൂപ ഞാൻ അത് മിസ്സായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. 5000 രൂപയാണെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഇതൊക്കെ നമ്മളൊരു ബിസിനസ്സിൽ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുക. അതൊരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ക്ലാസിഫൈ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സിമിലർ ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ പർച്ചേസ് ആണെങ്കിൽ നമ്മൾ 3 പേര് പർച്ചേസ് ചെയ്തു. ഈ സിമിലർ ട്രാൻസാക്ഷൻസ് ഒരു ഹെഡിലേക്ക് നമുക്ക് കൊണ്ടുവരും. പർച്ചേസ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് 10,000 പറഞ്ഞ് കാണിച്ചാൽ മതി. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതുപോലെ തന്നെയാണ്. സെയിലും അതായിരിക്കും. നമ്മൾ പലർക്കായിരിക്കും നമ്മൾ സെല് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നമ്മൾ 2 കാര്യം പറഞ്ഞു, റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്. പിന്നെ സമ്മറൈസിംഗ് എന്ന് പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമ്മറി ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഇത്ര രൂപയ്ക്ക് ടോട്ടൽ പർച്ചേസ് ആയി, ഇത്ര രൂപയ്ക്ക് നമുക്ക് സെയിലായി, ഇത്ര എക്സ്പെൻസ് ആയി. അപ്പോൾ ടോട്ടൽ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ സെയിൽസ് മൈനസ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ പർച്ചേസിനും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഡക്റ്റ് കോസ്റ്റിനല്ലാതെ നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ ഓപ്പറേഷൻസ് വേണ്ടിയിട്ട് നമ്മൾ എക്സ്പെൻസ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്നതിനെ കൂടുതൽ ഓരോ ടേംസ് ഉണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ്, ഈ ഡിഫറൻസ് എമൗണ്ടിന് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ലോസ് ആണെങ്കിലോ, ഇപ്പൊ 12,000 രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു, അത് എനിക്ക് 10,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2,000 രൂപ എനിക്ക് ലോസ് ആണ്. അപ്പോൾ ഈ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ എൻട്രി ചെയ്തിരിക്കണം. നമ്മൾ ആ ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ, നമ്മളെല്ലാം വർക്ക് ചെയ്യുന്ന ബിസിനസ് സ്ഥാപനത്തിൽ എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷൻ ആണോ അല്ലെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. അതിന് റെക്കോർഡ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ പോലും മിസ്സായി പോവാതെ എല്ലാം റെക്കോർഡ് ചെയ്യുക. റെക്കോർഡ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക. സിമിലർ ട്രാൻസാക്ഷനെ നമ്മൾ സിമിലർ ഹെഡിൽ വെച്ച് ക്ലാസിഫൈ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മൾ പുറത്തുനിന്നൊരു ആൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 10 പർച്ചേസ് ഉണ്ട്, പർച്ചേസ് നമ്മൾ ഇൻഡിവിജ്വലി എൻട്രി ചെയ്യും എങ്കിൽ പോലും നമ്മൾ റിപ്പോർട്ടിൽ വരുമ്പോൾ പർച്ചേസിന്റെ ടോട്ടൽ വാല്യൂ ആയിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈയിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു റിപ്പോർട്ട്, ഇപ്പോൾ ഒരു പേജിലുള്ള റിപ്പോർട്ടിൽ നമ്മൾ അതിനെ ചെറുതാക്കി ചുരുക്കി വെക്കണമെങ്കിൽ, നമുക്കിപ്പോൾ ഒരു 100-150 ട്രാൻസാക്ഷൻസ് ഒരു കമ്പനിയിൽ ഉണ്ടായിരിക്കും. പർച്ചേസ് ചെയ്യുന്ന ഒരു 10, 50 അല്ലെങ്കിൽ 100 പേരെ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പോൾ നമ്മളൊരു റിപ്പോർട്ടിനകത്ത് ഇത് മൊത്തം നമുക്ക് കൊണ്ടുപോരേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ റിപ്പോർട്ടിലേക്ക് ഭയങ്കര സിംപ്ലിഫൈ ചെയ്തിട്ട് അതിന്റെ ലെഡ്ജറിന്റെ ടോട്ടൽ എമൗണ്ട് മാത്രം നമ്മൾ ഈ ഒരു റിപ്പോർട്ടിലേക്ക് കൊണ്ടുവരും. ആ റിപ്പോർട്ടിന്റെ പേരാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ്. അപ്പോൾ വരും വീഡിയോയിൽ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ പോർഷൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുള്ള പോർഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതും കൂടെ നമുക്ക് ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ കിട്ടാനായിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.